കോർഡിനേറ്റർ ശ്രീ CC മോഹനൻ സർ, കുട്ടികളെ എല്ലാവരും കാത്തിരിക്കുന്നവരുടെ മക്കൾക്ക് സമ്മാനം കിട്ടുമ്പോൾ കൈയടിക്കാനും അത് കാണാനും ആസ്വദിക്കാനും ഒക്കെ കുറേ നിരത്തി വെച്ച സമ്മാനങ്ങളുണ്ട്. അത് കാണാനിരിക്കുന്ന 50%-ലധികം കുട്ടികളുടെ പാരൻസ് കൂടിയുണ്ട്. അപ്പോൾ അതിനെ എല്ലാവരെയും സമ്മാനങ്ങൾ കൊടുത്ത് ആസ്വദിപ്പിക്കാൻ ഇവിടെ ശ്രീ ഭക്തി സംവർദ്ധനി യോഗം പ്രസിഡന്റ് ബാലകൃഷ്ണനുണ്ട്. സ്കൂളിൻ്റെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള, ഞാൻ കുറേ വർഷമായി സ്ഥിരം കാണുന്നതാണ്, പലപ്പോഴും പല പരിപാടികൾക്കും സ്കൂളിൽ വരാറുണ്ട്. അപ്പോഴൊക്കെ കാണാറുള്ള മോസ്റ്റ് ഡൈനാമിക് പ്രിൻസിപ്പൽ എവർ ഐ ഹാവ് സീൻ ഇൻ ഡിഫറെൻറ്റ് സ്കൂൾസ് ഐ യൂസ് ടു വിസിറ്റ്, ശ്രീമതി ദീപിക ജയദാസ്. ഇവിടെ സ്വാഗതം പറഞ്ഞ സ്കൂൾ ലീഡർ മൊയ്തുക്ക, വേദിയിൽ ഉള്ള ബാക്കി ഓർഗനൈസേഴ്സ്, ശ്രീ ഭക്തി സംവർദ്ധനി യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ജ്യോതിയേട്ടനുണ്ട്, ഇവിടെ രാജേന്ദ്രേട്ടനുണ്ട്, ജയശീലേട്ടനുണ്ട്, മോഹനേട്ടനുണ്ട്, ശ്രീഹരി, ശിവരാജ് ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നെ ഈ സ്റ്റേജിൽ നിന്ന് നിർത്താൻ യോഗ്യനാക്കിയിട്ടുള്ള ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് ദാമോദരേട്ടനാണ്. കാരണം കണ്ണൂരിന് പരിചയമില്ലാത്ത ഡോക്ടർ ശശികുമാറിനെ കണ്ണൂരിന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ദാമോദരേട്ടനാണ്. അബദ്ധവശാൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ വാസ്തുവിനെ കുറിച്ചുള്ളൊരു പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് എഴുതിയൊരു കത്തിൽ നിന്നാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അദ്ദേഹമാണ് ഈ ശ്രീനാരായണൻ വിദ്യാമന്ദിറിൽ നടത്താറുള്ള പഠന ശിബിരത്തിൽ ക്ലാസ് എടുക്കാൻ ആണ് എന്നെ ആദ്യം ക്ഷണിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഹോളിഡേയ്സിൽ കുറേ വർഷങ്ങളുണ്ട്, 5-8 വർഷമായിട്ടുണ്ടാവും തോന്നുന്നല്ലേ അവരുടെ. അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ ക്ലാസ് എടുക്കാറുണ്ട്, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വരാറുണ്ട്, പലവരെയും കണ്ടിട്ടുണ്ട്. 12ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് സഹിച്ചിട്ടുണ്ട് അല്ലേ? ഉറങ്ങാണോ അവിടെ? 11ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ സ്കൂളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട് ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് കോളേജിൽ സേവനം അനുഷ്ഠിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഒരു മഹാഗുരുവിൻ്റെ, ഒരു ഋഷിവര്യനായ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിൽ കണ്ണൂരിൽ തുടങ്ങിയിട്ടുള്ള ശ്രീ ഭക്തി സംവർദ്ധനി യോഗത്തിൻ്റെ 73ാമത്തെ വയസ്സിൽ, ഭക്തി സംവർദ്ധനി യോഗത്തിൻ്റെ 73ാമത്തെ വയസ്സിൽ ഒരു നഴ്സറി വിദ്യാലയം 1980 തുടങ്ങിയതുകൊണ്ട് ഇന്ന് 33 വയസ്സുള്ള ഒരു പ്രായം തികഞ്ഞിട്ടുള്ളൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഉണ്ടായി. വലിയ ഒരു സങ്കല്പം വേണം ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണമെങ്കിൽ. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് 33 വയസ്സ് കൊണ്ട് ഒരു നഴ്സറിയിൽ നിന്നും 12 വയസ്സുള്ള കുറേ ക്ലാസ്സുകൾ, സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കിയെടുക്കാനും ആ ഓരോ സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഹൈ സ്റ്റാൻഡേർഡുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനും സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഏകദേശം 2000 കുട്ടികളുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അതിൽ സംഗീതത്തിലും നൃത്തത്തിലും കായിക, കലാ, സാഹിത്യ, സാംസ്കാരിക, ആധ്യാത്മിക രംഗങ്ങളിലും കാട്ടുന്ന മികവ് ഒരു മഹാഗുരുവിൻ്റെ സങ്കല്പത്തിലെ വിദ്യാഭ്യാസത്തിന് എത്ര പ്രാധാന്യം കൊടുക്കണോ അത്രയും തന്നെ ആധ്യാത്മിക രംഗത്തും കൊടുക്കണമെന്ന് വിളിച്ചോതിയിട്ടുള്ള ഒരു മഹാഗുരുവിൻ്റെ പേരിൽ നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. അത് കണ്ണൂർ ഭാഗത്തെ ഏറ്റവും നല്ല സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ വിളിച്ചു പറയാൻ പറ്റുന്ന പേരിലേക്ക് മാറ്റിയെടുക്കാൻ കുറേ വ്യക്തികളുടെ ശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ആനുവൽ ഡേയുടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ സമയത്ത് അവരെ ഓരോരുത്തരെയും, അതിൻ്റെ പിന്നിലുള്ള ഓരോരുത്തരെയും
ഇവിടെ ഇന്നിപ്പം സന്നിഹിതരാകാത്ത പലരും ഉണ്ടാവും. അതിൽ മുഖ്യമായിട്ട് സെക്രട്ടറി പവിത്രൻ ഇവിടെ ഇല്ല. അവരെയൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ഞാൻ നഴ്സറിയിലെ കുട്ടികളുടെ എണ്ണം ഏകദേശം എനിക്ക് തോന്നുന്നു 300 കുട്ടികളോടുണ്ടെന്നാണ് എൻ്റെ അറിവ്. 15-ലധികം സ്റ്റാഫ് അവിടെ, സപ്പോർട്ടിങ് സ്റ്റാഫ് അടക്കം. എന്ന് വെച്ചാൽ 1:20% ആണ് ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള റേഷ്യോ. സാധാരണ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് മാത്രം നോക്കിക്കാണുന്ന അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൻ്റെ ഒരു ഗുണം തന്നെ. ഏറ്റവും നല്ല കുട്ടികളെ സൃഷ്ടിച്ചെടുക്കുന്നത് അവരുടെ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. ആ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ ഇല്ലാത്ത കുറവുകൾ നമ്മൾ കാണുന്നത് ഏറ്റവും ഹയസ്റ്റ് എഡ്യൂക്കേഷനിലെത്തുമ്പോഴും വളരെ നല്ലപോലെ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ചിലരൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷെ അതല്ലാത്തവരൊക്കെ ഹയർ എഡ്യൂക്കേഷനിലെത്തുമ്പോഴത്തേക്കും അവരുടെ ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ നോക്കിയാൽ കാണാം, അവരുടെ മാത്തമാറ്റിക്സിലെ എബിലിറ്റി നോക്കിയാൽ കാണാം. അത് സാഹിത്യമായാലും സയൻസ് ആയാലും സോഷ്യൽ സ്റ്റഡീസ് ആയാലും ലാംഗ്വേജസ് ആയാലും അവരുടെ വിദ്യാഭ്യാസത്തിൽ മികവ് കാണുന്നത് അവരുടെ ചെറുപ്പത്തിൽ കിട്ടുന്ന വിദ്യാഭ്യാസത്തിലാണ്. അതുകൊണ്ട് അവിടെ മുതൽ അവരെ വളർത്തിക്കൊണ്ടെന്ന് 12ാം ക്ലാസ് വരെ എത്തിക്കാൻ നടത്തുന്ന ഈ ഒരു ശ്രമം, നല്ല കുറേ ഓറിയൻറ്റേഷനുള്ള ടീച്ചേഴ്സ് വളരെ ഇപ്പോൾ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു പല സ്ഥലങ്ങളിലും ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലും റിഫ്രഷ് പ്രോഗ്രാമിലും CBSEയുടെ പുതിയ സ്കീമുകൾ പഠിപ്പിക്കാൻ. നവോദയ വിദ്യാലയത്തിലെ കുറേ ടീച്ചേഴ്സിനെ കുറേ കാലം ഇത്തരം ഓറിയൻറ്റേഷനിൽ പഠിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പോൾ നമ്മൾ ആ ടീച്ചേഴ്സിനെ ഓറിയൻറ്റ് ചെയ്യുമ്പോൾ അറിയാം വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ. കാരണം വെറും അക്കാഡമിക്സ് മാത്രം പോരാ, ബാക്കിയുള്ള ആക്ടിവിറ്റീസിനും അതിൻ്റെ ഗുണം കൊടുക്കണം എന്ന് നിർബന്ധമുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. CBSE എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് സ്ട്രക്ചറുള്ള സെൻറ്ററാണ്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾ അതുണ്ടാക്കിയെടുക്കാൻ ഈ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലപോലെ പ്രയത്നിക്കുന്നുണ്ട് എന്ന് കാണുമ്പോഴുള്ള സന്തോഷം. അതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ ഗുരുവിൻ്റെ പേരിൽ, ഹൈ അക്കാഡമിക് സ്കോളർഷിപ്പുള്ള CBSEയുടെ പേരിൽ ഇത് രണ്ടും കൂടി മിങ്കിൾ ചെയ്ത് കിട്ടുമ്പോഴുണ്ടാവുന്ന ആധ്യാത്മികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള ചെറുതും വലുതുമായ കുറേ കാര്യങ്ങൾ അത് നടത്തിക്കൊണ്ടുപോകുന്നത് ശ്രീ ഭക്തി സംവർദ്ധനി യോഗം പോലെയുള്ള കുറേ സന്മനസ്സായിട്ടുള്ള ആൾക്കാരുടെ ഒരു സ്പോൺസർഷിപ്പോടുകൂടി. അതുകൊണ്ട് തന്നെ അക്കാഡമിക്കലി സ്കോളാസ്റ്റിക്കലി കുറേ സ്കോളർഷിപ്പുകളും കുറേ സപ്പോർട്ടുകളും ഒക്കെ ഈ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴുണ്ടാവുന്നൊരു സന്തോഷം. അതിൽ ടീച്ചേഴ്സിൻ്റെയും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഒക്കെ ഭാഗങ്ങളെക്കാൾ കൂടുതൽ പങ്കുവഹിക്കാനുള്ളത് പാരൻസിനാണ്. കാരണം ഇന്ന് ഇവിടെയുള്ള പാരൻസാണ് കുറേ പേര്. ഒരു 10-15 വർഷം മുമ്പ് തന്നെ ഞാൻ ഹൈദരാബാദിൽ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസിൽ കുട്ടികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, സമ്മർ പ്രോഗ്രാംസ് നടത്താറ്. അപ്പോൾ മിക്കവാറും പാരൻസ് കുട്ടികളെ കൊണ്ടുവിടാൻ വേണ്ടി അവിടെ വരും. തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ വെയിറ്റ് ചെയ്യുന്ന കുറേ പാരൻസിനെ കാണും. അവർ മിക്കവാറും അവിടെ മെഡിറ്റേഷൻ സെൻ്റർ ഉണ്ട്, ബുക്ക് എക്സിബിഷൻ നടക്കുന്നുണ്ട്, ഒരു ഗീത ഓഡിറ്റോറിയം ഉണ്ട്, അതുകൂടാതെ വായനശാലയുണ്ട്, പിന്നെ പാർക്കും ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് കുറേ പാർക്ക്. അപ്പോൾ മിക്കവാറും പാരൻസ് കുട്ടികളെ ക്ലാസ്സിന് വിടും. അവരവിടെയൊക്കെ ചുറ്റിക്കറങ്ങി അവസാനം വൈകുന്നേരം ആകുമ്പോൾ അവരെ പിക്കപ്പ് ചെയ്ത് പോകും. അപ്പോഴാണ് ഞാൻ അവിടുത്തെ സ്വാമിജിയോട് പറഞ്ഞ് നമുക്കൊരു പാരൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യാം, കാരണം ഇവരെയും കൂടി എൻഗേജ് ചെയ്യാം. അങ്ങനെ കുറേ കൊല്ലം മുമ്പ്, പിന്നീട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിനേക്കാളും പാരൻസിന് കൊടുക്കുന്ന ട്രെയിനിങ്ങിനായി പ്രാധാന്യം. ഈ പാരൻസിനെ കൊണ്ടുവിടാൻ കുട്ടികൾ വരുന്നൊരവസ്ഥയായി അവസാനം. കുട്ടികളെ കൊണ്ടുവരുന്നത് തന്നെ പാരൻസിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. കാരണം ഇന്ന് കുട്ടികളെക്കാളും വേവലാതിയും ആവലാതിയും ടെൻഷനും പ്രഷറും ഒക്കെ ഉള്ളത് പാരൻസിനാണ്. എൻ്റെ മക്കൾ ആരാവും എന്നറിയാം. മക്കളായാൽ മതി, പക്ഷെ അതാവണില്ല എന്നുള്ളതാണ് അവസാനത്തെ ലക്ഷ്യം. ഇപ്പോൾ പല സ്ഥലത്തും പോയാൽ, അടുത്ത കാലത്ത് ഞാനിപ്പോൾ ടീച്ചറോട് പറയായിരുന്നു, കഴിഞ്ഞ 1 മാസം മുമ്പ് അരുണാചൽ പ്രദേശിലെ 33 സ്കൂൾസിലെ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഞാൻ അറേഞ്ച് ചെയ്തു. 3 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം. അതിൽ 2-3 കുട്ടികൾ വന്ന് സ്റ്റേജിൽ വന്ന് അവസാനം ഫീഡ്ബാക്ക് വരുമ്പോൾ കരഞ്ഞു. അപ്പോൾ ഞാൻ പഠിപ്പിച്ച മാത്തമാറ്റിക്സോ ഫിസിക്സോ ഇംഗ്ലീഷോ കെമിസ്ട്രിയോ ഒന്നുമല്ല ആ കുട്ടികളുടെ മനസ്സിൽ പോയത്. സാറേ, ഇത്രയും ദിവസം ഞാൻ എൻ്റെ അമ്മയോട്, അവർ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നവരാണ് നോർത്ത് ഈസ്റ്റിലെ കുട്ടികൾ.
അപ്പോൾ അവർ പറഞ്ഞു ഗെറ്റ് മീ വാട്ടർ, വെള്ളം തരുമെന്ന് പറയുള്ളൂ. അമ്മേന്ന് പോലും ഞാൻ എൻ്റെ അമ്മയെ വിളിക്കാറില്ല. പക്ഷേ ഈ 3 ദിവസം കൊണ്ട് സാർ എന്നെ അമ്മയെ വിളിക്കണമെന്ന് പഠിപ്പിച്ചു. ആ കുട്ടി ലിറ്ററലി കരയെ. യൂട്യൂബിലുണ്ട്, എൻ്റെ എല്ലാ പ്രസൻറ്റേഷൻസും ഞാൻ യൂട്യൂബിൽ ഇടാറുണ്ട്. എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു അവസ്ഥയാണ്. കുട്ടികൾക്ക് പാരൻസിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, സ്വന്തം കുടുംബത്തോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, സൊസൈറ്റിയോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, അതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇന്നലെ മിഞ്ഞാന്ന് മാടായി സ്കൂളിലായിരുന്നു 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ടെൻഷൻ കുറക്കാനുള്ള ക്ലാസ്. 2 മണി മുതൽ 5 മണി വരെ ക്ലാസ് എടുത്തു. ഇന്ന് രാവിലെ 7 മണിക്ക് ഒരു പാരന്റ് വിളിച്ചിട്ട് പറഞ്ഞു, സാർ എൻ്റെ മോക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടും, ഇംഗ്ലീഷിൽ കിട്ടില്ല, സാർ ഒന്ന് സഹായിക്കാൻ പറ്റും. പക്ഷെ അപ്പം രാവിലെ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നടുവിലാണ് താമസിക്കുന്നത്. രാവിലെ നടുവിലെത്തി 8:15 8:20 ആകുമ്പോൾ എത്തി. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ വരുമ്പോൾ തളിപ്പറമ്പിൽ കൊണ്ടുവിടുക ചെയ്തു. ആ വിടുന്നത് വരെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചതാണ്. ആ കാർ ഇറങ്ങി പോകുമ്പോൾ ആ കുട്ടി താങ്ക്സ് പോലും പറഞ്ഞില്ല. കാരണം ഞാൻ ഒന്നിനും അല്ല ചോദിക്കുന്നത്. ആ അച്ഛൻ പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു, സാർ ഞാൻ എന്താ ചെയ്യേണ്ടത് സാറിന് വേണ്ടിയിട്ട്? ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, നന്ദിയുണ്ട്, കുട്ടി നന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞു. ഈ നമ്മൾ ആ ഒരു കൾച്ചർ, ഞാൻ പറയുന്നത് എനിക്ക് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഞാൻ അപ്പം ആലോചിച്ചത് ആ അച്ഛന് ബോധമുണ്ട്, സാമൂഹ്യ ബോധം. ആ കുട്ടിക്ക് ആ സാമൂഹ്യ ബോധം ഇല്ല എന്നുള്ളതാണ് സത്യം. കുട്ടികളെ നമ്മൾ A+ ആക്കാൻ പഠിപ്പിക്കും. പക്ഷെ ആ കുട്ടികളെ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഡെഫിനിഷൻ തന്നെ ബീയിങ് ഹ്യൂമൻ എന്നാണ്. സോഷ്യൽ ബീയിങ് എന്ന് പറഞ്ഞാൽ ബീയിങ് സോഷ്യൽ എന്നാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളുടെ ഏറ്റവും, അഞ്ജു എന്നാണ് പേര്, അഞ്ജുവിൻ്റെ ഏറ്റവും നല്ല സുഹൃത്താരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആതിരയാണെന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചത്, അഞ്ജു ഇന്ന് എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് ക്ലാസ് പഠിക്കാൻ വരുന്നുണ്ട് എന്ന് ആതിരയോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഏറ്റവും അടുത്ത സുഹൃത്തിനോട് അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ ഒരു നല്ല സാമൂഹ്യ ജീവി അല്ല എന്നാണ് അർത്ഥം. തന്നെ പഠിപ്പിക്കണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇത്രയും 1.25 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പറ്റും. കാരണം സാമൂഹ്യ ജീവി അല്ലാത്തൊരു ജീവിയെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവരൊന്നും ഈ ലോകത്ത് നിലനിർത്തിയിട്ടൊരു കാര്യമില്ല. കാരണം സമൂഹത്തിന് യൂസ്ഫുൾ അല്ലാത്ത ജനറേഷൻസിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ളൊരു സാമൂഹ്യ ജീവിയാണ്. അതുണ്ടാക്കിയെടുക്കുകയാണ് ഓരോ അച്ഛനും അമ്മയും ചെയ്യേണ്ടത്. പക്ഷെ ഇന്നത്തെ അച്ഛനും അമ്മയും ഒക്കെ ചെയ്യുന്നത്, എൻ്റെ മോൻ, എൻ്റെ മോള് ആരോടും മിണ്ടരുത്, ആരെയും കാണരുത്, എവിടെയും തുടരുത്, ഒന്നും ചെയ്യരുത്, A+ പഠിക്കണം, എന്നിട്ട് എഞ്ചിനീയർ ആവണം, എന്നിട്ട് ആരാവണം, ഡോക്ടറാവണം, എന്നിട്ട് എന്താവണം, കുറെ കാശുണ്ടാക്കണം, എന്നിട്ട് എന്താവണം, അവരെയും മക്കളെ ഉണ്ടാക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, അവരെയും ഇങ്ങനെയാക്കുക, എന്നിട്ട് എന്താ കാര്യം? ഒരു ദിവസം ചത്തു പോകല്ലാതെ. എത്ര കണ്ണൂര് ശ്രീനാരായണ ഗുരു കോളേജിന്റെ കെയർ ഓഫില് DST ഇൻസ്പയറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. 11ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സയൻസിൽ ഏറ്റവും നല്ല ബ്രില്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് 200 കോടിയാണ് ഒരു വർഷത്തേക്ക് നീക്കി വെച്ചിട്ടുള്ളത്. അതിലൊരു പ്രോഗ്രാം നടന്നത് കണ്ണൂർ SN കോളേജിന്റെ കെയർ ഓഫില് ശ്രീപുരം സ്കൂളിൽ വെച്ചായിരുന്നു കഴിഞ്ഞൊരു മാസം മുമ്പ്, ഡിസംബർ 22 മുതൽ 27. അതിലൊരു മെന്ററാണ് ഞാൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെയും IIT-യിലെയും ഏറ്റവും പ്രഗത്ഭരായ റിസർച്ചർ മാത്രം വന്ന് ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് ഒരു ആൾ കൂടിയിട്ടത് ഞാനാണ്. സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും പ്രൊഫസർഷിപ്പ് വെച്ചിട്ടും ഒക്കെ ഞാൻ അവരുടെ കൂടെ 2 ദിവസമെങ്കിലും താമസിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ് നാളെ മുതൽ കൊച്ചിയിലാണ് തുടങ്ങുന്നത്. ആദ്യത്തെ ക്ലാസ് നാളെയല്ല, മറ്റന്നാൾ ആദ്യത്തെ ക്ലാസ് എൻ്റെതാണ്. ഇനോഗ്രേഷനും ക്ലാസ്സും എൻ്റെതാണ്. അങ്ങനെ കേരളത്തിലെ 4 സ്ഥലത്താണ് നടത്തുന്നത്. ഈ കണ്ണൂരുള്ള പ്രോഗ്രാമിന് SN വിദ്യാമന്ദിറിലെ 3 കുട്ടികളെ കണ്ട് പങ്കെടുക്കുന്നെന്ന് തോന്നുന്നു എനിക്ക്. നടുവിൽ സ്കൂളിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 2 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ മാനേജ്മെൻറ്റ് ഞങ്ങളാണ്. അവിടുത്തെ 2 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. കൊച്ചി മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികൾ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഈ കുട്ടികളെയൊക്കെ അവസാന സമാപന സമ്മേളനത്തിൽ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള ആള് ഇന്നിവിടെ ചീഫ് ഗസ്റ്റായിട്ട് വരേണ്ടിയിരുന്ന നമ്മുടെ ആദരണീയനായ കലക്ടറാണ്. അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. മെക്കാനിക്കലാണോ ഇലക്ട്രിക്കലാണോ എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം ഒരു ബിടെക്കുകാരനാണ്. ബേസിക്കലി ബിടെക് കഴിഞ്ഞിട്ടാണ് കലക്ടറായത്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ മുഖ്യ പ്രഭാഷണം, അവസാന ദിവസം വാലഡിറ്ററി ഫംഗ്ഷനിൽ നടത്തിയ പ്രഭാഷണം, എനിക്ക് ഉറപ്പാണ് അദ്ദേഹം ഇന്നോടെ വന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ പറയും. അതുകൊണ്ട് അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പകരക്കാരനായി വന്ന ഞാനും അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്ക് തമിഴിൽ ചൊല്ലണം. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് അത് കൂട്ടിയിട്ടാണ് പറഞ്ഞത്. തമിഴും മലയാളവും ഇംഗ്ലീഷും കൂട്ടിയിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്,
ഈ ബിടെക്കിന് പഠിച്ച ഒരു കാര്യം ഇപ്പം എന്നോട് ചോദിക്കരുത്, എനിക്ക് ഓർമ്മയില്ല ആദ്യം പറഞ്ഞു. കാരണം വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന ഒരു കാര്യവും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ക്ലാസ്സിൽ പഠിച്ചു അതിനെക്കുറിച്ച് 4 ചോദ്യം ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. കളക്ടറാ പറയണേ, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഇപ്പോൾ എന്നോട് ബിടെക്കിന് ഞാൻ പഠിച്ചതിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് 0 മാർക്ക് കിട്ടുന്ന അദ്ദേഹം പറഞ്ഞത്. പിന്നെ എന്തിനാണ് പഠിക്കണം? മറക്കാനാണ് പഠിക്കണം? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആ വിഷയം ഓർക്കാനല്ല, അതിൽ നിന്ന് പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ. അദ്ദേഹം ഏറ്റവും നല്ല സയൻസ് സ്റ്റുഡൻസ് ആക്കി മാറ്റാനുള്ള ക്ലാസ് എടുക്കുന്നതിൻ്റെ അവസാന വാക്ക് പറയാൻ വന്ന വ്യക്തി പറഞ്ഞത് നിങ്ങളൊക്കെ സയൻസിൽ ഗംഭീരന്മാരാവണമെന്നല്ല. അദ്ദേഹം ചോദിച്ചിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള യോഗമുള്ളവരാണ്, നിങ്ങളൊക്കെ 12ാം ക്ലാസ് വരെ പഠിക്കാൻ 11ാം ക്ലാസ് വരെ പഠിക്കാൻ യോഗം കിട്ടിയിട്ടുള്ളവരാണ്, ഭാഗ്യവാന്മാരാണ്. അത്തരം സ്ഥലത്ത് ജീവിക്കാനും അത്തരം പാരൻസിന്റെ മക്കളാവാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ളവരാണ്. പക്ഷെ ഇതേ ഭാരതത്തില് 100 കുട്ടികളെ എടുത്താൽ അതിൽ 3ഓ 4ഓ കുട്ടികൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 3% പോപ്പുലേഷന് പോലും 12ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കാത്ത ഒരു രാജ്യത്തെ പൗരനാണ് നമ്മൾ എന്ന് നമ്മൾ ഓർക്കണം. അത് കലക്ടർ ഓർമ്മിപ്പിക്കുന്ന സമയത്ത് ഇത് കലക്ടറുടെ ഒരു ബോധം കൊണ്ട് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഓർമ്മയൊന്നുമല്ല. ഭാരതീയ ശാസ്ത്രത്തില് ഉപനിഷത്തുകളില് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് സ്വന്തം മകന് അന്നപ്രാശനം എന്ന പ്രോഗ്രാമില് ആദ്യമായിട്ട് ഭക്ഷണം വായിലിട്ട് കൊടുക്കുമ്പോൾ ഓരോ അച്ഛനും ചൊല്ലുന്ന ഒരു മന്ത്രത്തിന്റെ കാതൽ മാത്രം ഞാൻ പറയാം. ശന്നോ ദ്വിപദേ ശം ചതുഷ്പദേ, എല്ലാ 4 കാലികൾക്കും എല്ലാ ഇരുകാലികൾക്കും ഭക്ഷണം കിട്ടുന്ന സമയത്ത് എൻ്റെ മകന് കൂടി ഭക്ഷണം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം മകന് ആദ്യത്തെ അന്നം കൊടുക്കണം എന്ന് നിർബന്ധിക്കുന്ന ഒരു ജനതയുടെ പാരമ്പര്യത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് ഭാരതീയർ. അതാണ് നമ്മുടെ സനാതന ധർമ്മം, അതാണ് നമ്മുടെ മാനുഷികത, അതാണ് നമ്മുടെ മൂല്യം. അത് പഠിക്കാനും പഠിപ്പിക്കാനും കൂടി നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ സെൽഫിഷ്നെസ്സിന്റെ അങ്ങേ അറ്റത്തെത്തുന്ന കുറേ പേരായിട്ട് മാറും. പക്ഷേ നമ്മുടെ മക്കളൊക്കെ നല്ലവരാകട്ടോ നമ്മളെക്കാളും. സാധാരണ ഞാൻ ഈ ജനറേഷനിൽ പെട്ടിട്ടുള്ള, ഞാനും നിങ്ങളുടെ ജനറേഷനിലാണ്, ഇത് കണ്ടിട്ട് ഞാൻ വയസ്സനാണെന്നൊന്നും വിചാരിക്കണ്ട. ഈ ജനറേഷനിൽ പെട്ടിട്ടുള്ളവരോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, നിങ്ങളാണോ മെച്ചപ്പെട്ടവര്? ഇവിടെ കുറച്ച് ഗ്രാൻഡ് പാരൻസ് ഇരിക്കുന്നുണ്ട്, അവർ സ്വന്തം ചോദിക്കേണ്ട ചോദ്യം, നിങ്ങളാണോ മെച്ചപ്പെട്ടവര്? നിങ്ങളുടെ പാരൻസാണ്. നിങ്ങളാണോ നല്ല വ്യക്തി? നിങ്ങളുടെ അച്ഛനും അമ്മയുമാണോ എന്നൊരു ചോദ്യം ചോദിക്കാം. ഉറപ്പായിട്ടും നമ്മൾ ഓരോരുത്തരും പറയും നമ്മളെക്കാളും നല്ലവരായിരുന്നു നമ്മുടെ അച്ഛനും അമ്മയും. അടുത്ത ചോദ്യം, നമ്മളാണോ നല്ലവര്? നമ്മുടെ മക്കളാണോ നല്ലവര്? ഉറപ്പായിട്ടും നമ്മൾ പറയും നമ്മളെക്കാളും ബുദ്ധി അവർക്ക് കൂടുതലുണ്ട്, നമ്മളെക്കാളും കഴിവ് അവർക്ക് കൂടുതലുണ്ട്, നമ്മളെക്കാളും നന്മ അവർക്ക് കൂടുതലുണ്ട്. കുറച്ചെങ്കിലും കുറ്റമുണ്ടെങ്കിൽ എന്നെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരാൾ അവരുടെ അച്ഛനോ അമ്മയോ ആയി മാറി എന്നുള്ളതാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം നമ്മുടെ ഭാഗ്യം നമ്മളെക്കാളും നല്ലൊരു അച്ഛനെയും അമ്മയും നമുക്ക് കിട്ടിയതാണ്. അടുത്ത ജനറേഷന് കിട്ടാതെ പോയിട്ടുള്ളത് അവരെക്കാളും നല്ല ഒരു അച്ഛനും അമ്മയും ആവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മിക്കവാറും പാരൻസ് കുട്ടികളെ സ്കോൾഡ് ചെയ്യുന്നത്, ചീത്ത പറയുന്നത്, വഴക്ക് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പഠിക്കാൻ ശ്രദ്ധയില്ല, രാവിലെ എഴുന്നേൽക്കുന്നില്ല, ഇങ്ങനെ കുറേ കംപ്ലൈൻറ്റ്സ്. 10 മിനിറ്റ് കുട്ടികളെ കിട്ടിയാൽ മതി മാറ്റിത്തരാൻ, ഗ്യാരണ്ടീഡാണ്. ഇതിനൊക്കെ ചെറിയ ചെറിയ ട്രിക്കുകളാണ്. അത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാറുള്ള കുറേ ട്രിക്കുകളുണ്ട്. പക്ഷെ അത് പ്രാബല്യത്തിൽ വരുത്താൻ പാരൻസ് സമ്മതിക്കേണ്ട ആളാണ് സത്യം. അതിന് കുറച്ച് പാരൻസും കൂടി അറിയാനുണ്ട്. അതുകൊണ്ട് എൻ്റെ ബ്ലോഗുണ്ട്, എൻ്റെ വെബ്സൈറ്റിൽ എൻ്റെ ഒരു ബ്ലോഗുണ്ട്. ആ ബ്ലോഗിൽ 30 points to students, 20 points to parents and teachers എന്നാണ്. 30 points കുട്ടികൾക്ക് എങ്ങനെ പഠിക്കണം എന്ന് പഠിപ്പിക്കും. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന 2 ഗ്രൂപ്പുകാരാണ് പാരൻസും ടീച്ചേഴ്സും. അവർക്ക് 20 points to parents and 20 points to teachers. ഇവർ എല്ലാവരും കൂടി ചേർന്നാലേ കുട്ടികളെ നന്നാക്കാൻ പറ്റും. നന്നാക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ മോശമായതുകൊണ്ടല്ല പറയുന്നത്. ഇപ്പം TV കണ്ടുകൊണ്ട് വായിക്കുന്ന കുട്ടികളോട് നമ്മൾ വഴക്ക് പറയും, TV കണ്ടുകൊണ്ട് വായിക്കാൻ പാടില്ല എന്ന് പറയും. TV കണ്ടുകൊണ്ട് ദോശ ഇടാൻ പറ്റുമോ? അത് പറ്റും. എന്തേ ശ്രദ്ധിക്കാണ്ട് ദോശ ഇടുന്ന സമയത്ത് റൗണ്ട് ആവാണ്ട് വേറെ എന്തെങ്കിലും ആയി പോവാറുണ്ടോ? ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾ വളരെ സ്മാർട്ടാണ്. ഇപ്പം എൻ്റെ മകൻ പഠിക്കുന്ന കാലത്തൊക്കെ TV കാണും, ഇവിടെ ഒരു ചെവിയിൽ ഒരു സാധനം തൂക്കിയിട്ട് പാട്ട് കേൾക്കുന്നുണ്ടാവും, മറ്റേ ഭാഗത്തൊരു ബുക്ക് വായിക്കുന്നുണ്ടാവും,
തൊട്ടടുത്ത് ലാപ്ടോപ്പിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അമ്മയോ എന്തെങ്കിലും കൊടുക്കണം, ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഇടയിൽ ആരെങ്കിലും പറയുന്നത് ചീത്ത, ഇപ്പം നമ്മളപ്പോൾ അല്ലെങ്കിൽ അമ്മേൻ്റെ വഴക്കും പറയുന്നുണ്ടാവും, നീ എന്താ ചെയ്യണം, എന്തിനാ ഇത് ചെയ്യണമെന്നൊക്കെ. അതിന് ഉത്തരവും പറയും. ഇങ്ങനെ പലതും പാരലലി ചെയ്യാൻ പറ്റുന്നവരാണ് ഇപ്പോഴത്തെ ജനറേഷൻ. പക്ഷെ നമുക്കെന്താ, നമ്മുടെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ഒരു സമയത്ത് ഒന്നേ ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റില്ലാന്നുള്ളതാണ് വേറൊരു കാര്യം. മക്കളെ പഠിക്കുക പറയും, കണ്ട് ടി വിയിൽ നിന്ന് എടുക്കുകയില്ല, ഇങ്ങടാ പറയുക. കാരണം ഒരു മിനിറ്റ് അത് മിസ്സായാൽ ഭയങ്കര മിസ്സായ പോലെയാണ്. ഇന്ന് രാവിലെ വന്ന കുട്ടിയുടെ കവിത വായിക്കുമായിരുന്നു ഇംഗ്ലീഷിൽ. അപ്പോൾ അത് വായിച്ച സമയത്ത് ഹർട്ട് എന്നായി. ഞാൻ ചോദിച്ചു ഹർട്ട് എന്നുണ്ട്, എന്താ വായിക്കണേ? ഞാൻ നോക്കിയിട്ടില്ല, കാരണം കാറിലിരിക്കുമ്പോൾ കുട്ടിയാണ് വായിക്കണേ. നിങ്ങൾ സ്പെല്ലിംഗ് ഒന്ന് പറയാൻ നോക്കി. സ്പെല്ലിംഗ് പറഞ്ഞപ്പോൾ ഈ ഹർട്ട് എന്ന് പറയുന്നതൊക്കെ ഹാർട്ടാണ്. ഈ പ്രൊനൗൺസിയേഷൻ ആകെ മാറിയപ്പോൾ ഹാർട്ട് പോയി ഹർട്ടായി. ഇതെന്തേ ശരിയാവാത്തത്? പഠിപ്പിച്ച ഏതോ ടീച്ചർ അങ്ങനെയാണ് പഠിപ്പിച്ചത്, അതുപോലെ ഇങ്ങനെ തുറന്നു. അത് പിന്നെ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആ കുട്ടിയോട് പ്രിസ്ക്രൈബ് ചെയ്താൽ എന്താ അറിയും, എല്ലാ ദിവസവും ഒരു 2 മണിക്കൂറെങ്കിലും ടി വി കാണണം മോളെയാണ്. പക്ഷെ മലയാളം ചാനലുകളല്ല കണ്ട് ഇന്ന് കരയുടെ സാധനം കാണരുത്. അതിന് പകരം നല്ല ഇംഗ്ലീഷ് ചാനലുകൾ, നാഷണൽ ജിയോഗ്രഫിക്കോ BBC എൻ്റെ മക്കളുടെ ഇംഗ്ലീഷ് എന്നെക്കാളും ഭേദമാണ്, അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെക്കാളും ഭേദമാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് ചാനലുകളും ഇംഗ്ലീഷ് സിനിമകളും നന്നായിട്ട് കാണുന്നതാണ്. ഞാൻ റിട്ടയർമെന്റിന് ശേഷം 2009 പാലക്കാട് ഏറ്റവും മോശം കുട്ടികളുടെ അവസ്ഥയുള്ള ഒരു സ്കൂളുണ്ട്, കിഴക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത്. എല്ലാ ടീച്ചർമാരും ഒറ്റയടിക്ക് സമ്മതിക്കുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ ഒരു കുട്ടികളും 10ാം ക്ലാസ് പാസ്സാവില്ല. അങ്ങനെയുള്ള ഒരു സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ പോയിട്ട് 1.5 വർഷത്തെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു എൻ്റെ. അവരെ എല്ലാവരെയും നല്ല നിലയിലെത്തിക്കണം. 1.5 വർഷം ഞാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സാണ് അവരെ പഠിപ്പിക്കുന്നത്. എൻ്റെ കുട്ടികളാണ് അവരുടെ ടീച്ചേഴ്സ്. B.Ed പല കോളേജുകളിലും സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സ്. അവരിപ്പോൾ 10ാം ക്ലാസ് പാസ്സായി. 22 പേർക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടി. 47 പേർക്ക് ഒരു വിഷയത്തിനൊഴികെ ബാക്കി എല്ലാത്തിലും A+ കിട്ടി. അപ്പം നന്നായിട്ട് ട്രെയിൻ ചെയ്താൽ എത്ര മോശം കുട്ടികളെയും നന്നാക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിനുള്ള ശ്രമം അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്ത് വേണം, പാരൻസിൻ്റെ അടുത്തുനിന്ന് വേണം. ഏറ്റവും കൂടുതൽ ആവശ്യം ഹൈ ആസ്പിറൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഡ്രീമേഴ്സ് ആക്കിയിട്ട് മാറ്റണം. നിങ്ങൾക്ക് എന്താവണം എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ സാധിക്കണം, എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആവണം. ഒരാളോട് ഒന്നും ആവണ്ട എന്ന് പറയുന്ന ആളോട് എന്താ ചെയ്യാൻ പറ്റും? പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു രസകരമായ നോവലുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഓരോരാളോടും ചോദിക്കും, നിങ്ങൾക്ക് എന്താവണം? ഒരാൾ പോലീസാവണം, പട്ടാളക്കാരനാവണമെന്നൊക്കെ പറയുമ്പോൾ, ഇത്രയും കാലം മക്കളെ നിന്നെ സമാധാനത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് അവസാനം നീ യുദ്ധം ചെയ്യണമെന്നാണല്ലോ പറയുന്നത്, എന്നാലും നീ നന്നായി വരുന്നു. അങ്ങനെ ഓരോരാളെയും വിളിച്ചു പറഞ്ഞ് അവസാനം ഒരാൾ വന്ന് പറയും, എനിക്ക് എന്താവേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് ഈ ഗുരുവിന് ഏറ്റവും വലിയ വിഷമം. ഒന്നും ആവാത്ത ഒരാളെ എന്ത് പറഞ്ഞിട്ടാണ് അനുഗ്രഹിക്കുക നമ്മൾ? ആകെ വിഷമായി ഗുരുവിന്. ഇങ്ങനെയും ഒരു ശിഷ്യൻ എനിക്ക് ഉണ്ടായല്ലോ എന്നുകൊണ്ട് അവനവൻ്റെ തലയിൽ കൈവെക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഏറ്റവും കൂടുതൽ ആവശ്യം അടുത്ത ജനറേഷന് എന്തെങ്കിലുമൊക്കെ ആവാനുള്ള ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കുക. ഹൈ ആസ്പിറൻസ്, മോട്ടിവേഷൻ. ഇപ്പൊ കണ്ണൂര് കുറച്ചൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ജവഹർ ലൈബ്രറിയിൽ IAS ട്രെയിനിങ് സെന്റർ തുടങ്ങി. ഇപ്പോൾ അവിടുത്തെ തന്നെ ചില കുട്ടികൾക്ക് തോന്നി ക്ലാസ് അത്ര പോരാ, വേറൊരു ട്രെയിനിങ് സെന്റർ ഇപ്പോൾ തുടങ്ങി. അടുത്ത ആഴ്ച അവിടെ എനിക്ക് ക്ലാസ്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു 17 കുട്ടികളെയും ഓൾ ഇന്ത്യ സർവീസിൽ എത്തിക്കാൻ സാധിച്ചു. ഇപ്പൊ ഈ ഒരു വർഷം ഗ്യാപ്പ് വന്നതുകൊണ്ട് കുറച്ച് ദോഷമുണ്ട്. അടുത്ത വർഷം എന്തായാലും 35 കുട്ടികളെങ്കിലും IAS എഴുതിപ്പിക്കാനുള്ളൊരു കോൺട്രാക്റ്റിലാണ് ഞാൻ ജീവിക്കുന്നത്. നമ്മുടെ ആസ്പിറേഷൻസ് വളരെ കൂടുതലാണ്. അത് എത്ര കൂടുതലാവണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുമായിട്ട് ഇടപഴകുന്നു, ലോകത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ഇതിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് കുട്ടികൾ ഹൈ ആസ്പിറൻസ്, ഹൈ ഡ്രീമേഴ്സ്, നല്ല ലക്ഷ്യബോധമുള്ളവരാക്കി മാറ്റണമെങ്കിൽ അതിനുള്ള പ്രയത്നം ഏറ്റവും കൂടുതൽ ആവശ്യം പാരൻസിൻ്റെ അടുത്തു നിന്നാണ്. അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും ഈ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പുതിയ ഒരു ഭാവിയിൽ 34ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ, 33 വർഷം കഴിഞ്ഞു, 34ലേക്ക് കടക്കുന്ന സമയത്ത് ഇതിനൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ സമ്മാനദാനവും ഇത് കഴിഞ്ഞിട്ടുള്ള, എനിക്കറിയാം നിങ്ങളൊക്കെ ഇരിക്കുന്നത് ഈ പ്രഭാഷണം കേൾക്കാനോ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കേൾക്കാനോ ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ടുള്ള വെറൈറ്റി കൾച്ചറൽ ഷോ കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു.
പക്ഷേ എനിക്കതിന് നിൽക്കാൻ സാധിക്കാത്തതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ കോളേജിലും സ്കൂൾസിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുവിധം എല്ലാ തകൃതിയിലും പെട്ടിട്ടുള്ള ഒരാളാണ്. അത് സ്പോർട്സ് ആയാലും, മോണോ ആക്ട് ആയാലും, മിമിക്രി ആയാലും, പാട്ടായാലും, ഡാൻസ് ആയാലും, അതേപോലെ തന്നെ ഡ്രാമയായാലും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെ വളരെ വളരെ ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവരാണ്. പക്ഷേ അതിന് സാധിക്കില്ല. ഇന്ന് വേറൊരു പ്രഭാഷണമുണ്ട് പയ്യന്നൂര് അമ്പലത്തിൽ. ഞാൻ കാമണിക്കൂർ സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. എന്നോട് അരമണിക്കൂർ സംസാരിക്കണം എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ 25 മിനിറ്റെങ്കിലും സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. 25 മിനിറ്റ് 19 സെക്കൻഡായി ഞാൻ സംസാരിക്കുന്നു. ഇത്രയും ശ്രദ്ധയോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇതിൽ എന്തെങ്കിലും കാതലായ പോയിന്റ്സ്, കുറേ ആനുവൽ ഡേയും കുറേ പ്രഭാഷണങ്ങളും കുറേ ക്ലാസ്സുകളും കുറേ തരം പ്രോഗ്രാമുകളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. നിങ്ങളെയൊക്കെ അഡ്വൈസ് ചെയ്യാനുള്ള ഒന്നുമില്ല എനിക്ക്. പക്ഷെ എന്നാലും കുറച്ചെങ്കിലും ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ കണ്ണുകൾ എനിക്ക് കാണാം. നോക്കിക്കാണുന്നത് നിങ്ങളുടെ മക്കളോടുള്ള സ്നേഹവും അവരെ നന്നാക്കണം. ഏറ്റവും നല്ല സന്തോഷമുള്ളൊരു കാര്യം നമ്മളെ മക്കളെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്ന അവസ്ഥയിലേക്ക് മക്കളെ മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാവട്ടെ. അവരെ വെറും അക്കാഡമിക് സ്കോളേഴ്സായിട്ട് മാത്രം മാറ്റാതെ സോഷ്യലി, സ്പിരിച്വലി, ഫിസിക്കലി, ഇമോഷണലി, ഇന്റലക്ച്വലി, കൾച്ചറലി, ലിറ്ററലി എല്ലാ നിലയിലും പ്രഗത്ഭന്മാരായി മാറ്റാനുള്ള ശ്രമം ഉണ്ടാവട്ടെ. അതിനുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്, ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാമ്പുകൾ. ഞാൻ വളരെ വളരെ സന്തോഷവാനാണ് അത്തരം പരിപാടികൾ നടത്താനും ഒക്കെ സാധിക്കുകയാണെങ്കിൽ. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുട്ടികളെ എടുത്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കൊടുക്കുന്നുണ്ട് സ്കൂള്. ഈ സമ്മർ ക്യാമ്പ് നടക്കുമ്പോൾ ഭക്ഷണമൊക്കെ ഫ്രീ ആണെന്ന് എനിക്കറിയാം. ബസ്സസ് ഇഷ്ടം പോലെയുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കണ്ണൂരിൻ്റെ സെൻട്രലാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വളരെ സന്തോഷമുണ്ട്. ഈ വർഷം ഭക്തി സംവർദ്ധനി യോഗം ഒരു മഹാകവി കുമാരനാശാന്റെ പേരിൽ ഒരു ലൈബ്രറിയും ഒരു നല്ലൊരു റിസർച്ച് സെന്ററും സ്കൂളിന് തൊട്ടടുത്ത് തന്നെയുണ്ട്. പക്ഷെ എത്ര കുട്ടികളുടെ പാരൻസും അതിനകത്ത് മെമ്പറാണെന്നൊന്ന് അന്വേഷിച്ച് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. കുറേ പുസ്തകങ്ങൾ ഡിമാൻഡ് കൂടി വരണം. ഞങ്ങൾക്ക് ഇത്രയും പുസ്തകങ്ങൾ വേണം, ഇതൊക്കെ വേണമെന്ന് പറയാനുള്ളൊരു തോന്നലുണ്ടാവണം. നല്ലൊരു ലൈബ്രറി ആയിട്ട് മാറട്ടെ. ഈ ഒരു അക്കാഡമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി വൈഡറായിട്ട് കുറേ പഠന ശിബിരങ്ങളും കുറേ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും കുറേ കുട്ടികളെ നന്മ ഉള്ളവരാക്കി മാറ്റാനുള്ള, ഹൈ ആസ്പിറൻസ് ആക്കി മാറ്റാനുള്ള സന്ദർഭവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സമ്മർ പ്രോഗ്രാമിൽ കുറച്ച് പ്രോഗ്രാംസ് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ സ്പെസിഫിക് ആയിട്ട് SN വിദ്യാമന്ദിറിലെ കുട്ടികൾക്ക് വേണമെങ്കിൽ നടത്താനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നാലും ആർക്കെങ്കിലും അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കരുത്. കാരണം ജീവിക്കുന്നത് ഏന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം എന്ന ഒരു വചനം മനസ്സിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് എന്നെ ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ ഒരു മടിയുമില്ലാതെ നിങ്ങളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും എന്നെ ഇൻട്രാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോട് ചോദിക്കുക, അല്ലെങ്കിൽ സ്കൂളിനോടോ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടോ ചോദിക്കുക. ഇന്റർനെറ്റുള്ളവരാണെങ്കിൽ വെറുതെ കയറിയിട്ട് ഡോക്ടർ TPS എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ എന്നെ എവിടെയൊക്കെ കാണാം. കോണ്ടാക്ട് ചെയ്യാം. ഹാവ് ഗുഡ് ഇന്ററാക്ഷൻസ്. ഐ വിൽ ബി വിത്ത് യു ആസ് ലോങ് ആസ് യു വാണ്ട് മീ സംവെയർ, സംഹൗ, സംവെയർ in whatever occasions or whatever capacity which I can help you. Assure you all the best. Blessing the annual day programs and the celebrations. All the best and high prosperous academic year ahead for the school. God bless each one of you. Thank you for this nice occasion given to me on this great day, which will be a memorable day for me in my life, because 2014 January 19th is a memorable day because of this activity which I had. I will mark this day in my life because it's a prestigious moment for me to be part of this program.